മണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയെ സല്ലല്ലാഹ്. ചതയം ദിന സ്പെഷ്യൽ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് മത്സരാർത്ഥികളെ ഞാനിവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? ഫർഹാന. എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ. സോലിഹ ഡിഗ്രിക്ക്. ഇർഫാന ഡിഗ്രി. റസിയ ഏത് ക്ലാസ്സിലാ? സെക്കൻഡ്. മുഹമ്മദ് സഫാൻ 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിൽ. ഓ, മുഹമ്മദ് സഫാൻ. ഓക്കെ, എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസർ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒരുപാട് ക്ലൂസ് ഒക്കെ തരും. എല്ലാവരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് മത്സരിക്കാനുള്ളത്. കൂടുതൽ ആൻസർ പറയുന്ന ആരാണോ അവരാണ് വിജയി. ഇത്രയേ ഉള്ളൂ, തീർന്നു. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം. റെഡിയാണോ? റെഡി. കൂടെ ഒരാൾ ഭയങ്കര റെഡി ആയിട്ട് നിൽക്കുക. തോക്കണമെങ്കിൽ ബ്ലർ ചെയ്ത് കാണിക്കാൻ പറഞ്ഞ ആളാണ്. ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം. പേന കൊണ്ട് നടക്കുന്ന ജീവി ഏത്? പെൻഗിൻ. യെസ്. ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ആദ്യം വന്നപ്പോഴത്തേക്കോ ആൻസർ ഒന്നും അറിയത്തില്ല, എന്താവും എന്തോ, ഞാൻ തോറ്റുപോകും എന്തോ എന്നൊക്കെ ഉള്ള ഒരു പേടി. ആദ്യം തന്നെ ആൻസറും പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഏത്? വളം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. കോവളം. യെസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. തിന്നേയില്ല കുടിക്കേയില്ല, പക്ഷേ ഒന്ന് കിട്ടിയാലേ എന്തെങ്കിലുമൊക്കെ മിണ്ടുകയുള്ളൂ. എന്താണ്? ചെണ്ട ആണ്. കറക്റ്റ് ആൻസറാണ്. ഓ മൈ ഗോഡ്, 3 ക്വസ്റ്റിന്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. കാമുകന്മാർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം ഇതോടെ. ഇതൊക്കെ നിങ്ങൾ കാണാതെ വിളിച്ചു. ഓക്കെ, കറക്റ്റ് ആൻസർ. രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞുവെങ്കിലും ഇവിടെ നിന്ന് ആദ്യം കേട്ടത്. മർഹബ യ നൂറൈനി മർഹബ ജദൽ ഹുസൈനി ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയെ സല്ലല്ലാഹ്. ഗുണമണിയായ റസൂലുള്ള തണി പകരും ഗുരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ കനിയെ സല്ലല്ലാഹ്. മർഹബായ നൂറ ഐനി മർഹബായ ജദൽ ഹുസൈനി മർഹബ നൂർ മുഹമ്മദ് മർഹബ നൂർ മുഹമ്മദ് മർഹബ ഗുണമണിയായ റസൂലുള്ള തണി പകരം ഗുരുനൂറുള്ള ഇഹപര നബിയ ഹബീബുള്ള ഇറയോന്റെ തനിയെ സല്ലല്ലാഹ്. സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, പേരിന്റെ കൂടെ പൂവ് കൊണ്ട് നടക്കുന്ന ഒരു ജീവി വീട്ടിലൊക്കെ വളർത്തും. പൂച്ചയല്ല, പേരിന്റെ കൂടെ പൂവ് കൊണ്ട് നടക്കുന്ന ജീവി. പൂമ്പാറ്റ അല്ല, വീട്ടിലൊക്കെ വളർത്തുന്ന സാധനം. പൂമ്പാറ്റയ്ക്ക് വേണമെങ്കിൽ ആൻസർ കൊടുക്കാം, കാര്യം അതിൽ പൂവുണ്ടല്ലേ. കറക്റ്റ് അല്ലേ? ഉണ്ട്, നമുക്ക് ആൻസർ കൊടുക്കാം. ഓക്കെ, എത്ര ക്വസ്റ്റിന്റെ ആൻസറായി? 3 ക്വസ്റ്റിന്റെ ആൻസറായി. അപ്പോൾ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നറിയോ? പൂവൻ കോഴിയ. വേണ്ടപ്പോൾ വട്ടത്തിൽ, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. എന്താണ്? സൈക്കിൾ അല്ല. വേണ്ടപ്പോൾ വട്ടത്തിൽ. യെസ്, വേണ്ടാത്തപ്പോൾ നീളത്തിൽ. എന്താണ് സാധനം? നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത് വട്ടത്തിലിരിക്കും, യൂസ് ചെയ്യാത്ത സമയത്ത് ഇത് നീളത്തിലാണ് ഇരിക്കുന്നത്. മഴയത്തും വെയിലത്തും ഒക്കെ നമ്മൾ മഴയും വെയിലൊക്കെ പറഞ്ഞു. ആദ്യമേ പറഞ്ഞു 4 ക്വസ്റ്റിന്റെ ആൻസറായി. മത്സരിക്കണല്ലേ നീ? ഇങ്ങോട്ട് നീക്കി. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഫിഷ് ടാങ്കിൽ ഒരു മീൻ മരിച്ചു, പക്ഷേ ആ ഫിഷ് ടാങ്കിലെ വെള്ളം കൂടി അന്നേരം. അതിന്റെ കാരണം?
കണ്ണീരുണ്ട്. കേട്ടിട്ടുണ്ടല്ലേ? കേട്ട് തഴുകി നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് ക്വസ്റ്റ്യനുകൾ മാറ്റണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ 10നും 20നും ഇടയിലുണ്ട്. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ. ഭർത്താവിന് വേറെ രീതിക്ക് ഒന്നും പറയുന്ന രീതികളുണ്ടല്ലോ. നമ്മൾ വീട്ടിൽ വിളിക്കുന്ന രീതികളൊന്നും അല്ല, അല്ലാതെ പൊതുവെ എല്ലാവരും പറയുന്ന രീതി വേറെ. പറഞ്ഞു നോക്കിയാൽ മതി. 3 ഭർത്താക്കന്മാരുള്ള സംഖ്യ 13. പതി അറിയായിരുന്നു. പതി എന്ന് പറയുമ്പോൾ ഭർത്താവ് എന്നല്ലേ അർത്ഥം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞാൻ ഒരു ക്വസ്റ്റ്യനുള്ളൂ. ഉറുമ്പിന്റെ പൊട്ടകണം കേട്ടിലിറങ്ങിയത്. ഉറുമ്പിന്റെ വായേക്കാളും ചെറിയ സാധനം എന്താണ്? ഉറുമ്പിന്റെ വായയില്ലേ, അതിനേക്കാളും ചെറിയൊരു സാധനം ഉണ്ട്. എന്താ? ആലോചിക്കണം. കുസൃതി ചോദ്യം. ഉറുമ്പിന്റെ വായേക്കാളും ചെറിയ സാധനം. ഉറുമ്പിന്റെ വായേക്കാളും ചെറിയ സാധനം ഉറുമ്പ്. പറഞ്ഞ എന്താ? ഉറുമ്പിന്റെ ആഹാരം. യെസ്, കറക്റ്റ് ആൻസർ ആണ്. ഉറുമ്പിന്റെ ആഹാരം എങ്കിലും എല്ലാവരും വായിലേ കയറത്തുള്ളൂ. ഓക്കെ, എന്തായിരുന്നു പേര്? സോലിഹ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ് സോലിഹയാണ്. സോലിഹയും ഇടുക്കിയാണ്. 10ൽ എത്ര ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു? 5 ക്വസ്റ്റ്യൻ. എണ്ണാനും സമയം കിട്ടില്ല. 5 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. അപ്പോൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ബാലരാമപുരം കൈത്തറിയുടെയും ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയന്റെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡിസ്ട്രിക്ട് ലെവൽ സെക്രട്ടറിയുമായ ഹർഷകുമാർ അവരെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ഹാപ്പി ഓണം എല്ലാവരും കൂടെ ഒന്ന് പറയാം.